ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി റെസിപ്പി മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നിവിടെ വന്നിരിക്കുന്നത് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് എങ്ങനെ പാല് ഐസ് ഉണ്ടാക്കാമെന്ന് നോക്കാനായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ബൗളിലേക്ക് വിപ്പിംഗ് ക്രീമാണ് എടുക്കേണ്ടത്. നമുക്ക് എത്ര ഐസ് ഉണ്ടാക്കണോ അത്രയും ആവശ്യമുള്ള വിപ്പിംഗ് ക്രീം എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1.25 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഓവർ ബീറ്റ് വേണ്ട. അതായത് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനാണെങ്കിൽ നന്നായിട്ട് ബീറ്റ് ചെയ്യണമല്ലോ, അത്രയൊന്നും ചെയ്യണ്ട. ഇനി നമ്മളിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മതി. പിന്നെ പാലൈസ് ആകുമ്പോൾ കുറച്ചൊക്കെ മധുരം ഉണ്ടെങ്കിലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഷുഗർ എപ്പോഴും നമ്മളിങ്ങനെ കൂട്ടുന്നതൊന്നും നല്ലതല്ല നമ്മുടെ ശരീരത്തിന്. അപ്പോൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ എളുപ്പത്തിൽ അലിഞ്ഞു കിട്ടും. ഇനി നമ്മളിലേക്ക് ചേർക്കാൻ പോകുന്നത് പാലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഗ്ലാസ് പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് ബീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ബീറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പം പാത്രം ചെറുതായത് കാരണം അത് ബീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു വേറെ പാത്രത്തിലേക്ക് അത് മാറ്റിയിട്ട് ബാക്കി പാലും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ബീറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മിക്സ് ചെയ്യുന്നതോ ഒക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് വലിയ പാത്രം എടുക്കുകയാണ് നല്ലത്. എന്നാൽ പിന്നെ ഇതുപോലെ ഇടയ്ക്ക് വെച്ചിട്ട് മാറ്റാണ്ട് ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടെ ആഡ് ചെയ്യുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരം ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. ഇനി നമ്മൾ അതൊന്ന് ബീറ്റ് ചെയ്ത ശേഷം ഇതുപോലത്തെ ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വേറെ ഏതെങ്കിലും മോൾഡുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ പേപ്പർ കപ്പിലോ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ സ്റ്റിക്ക് വെച്ച് കൊടുത്താലും മതി. നമുക്കത് ഇതായി കിട്ടും, ഐസായി കിട്ടും. ഈ നമ്മൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ അതൊന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്യുക. അപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാനാണ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് സ്റ്റിക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ തന്നെ സ്റ്റിക്ക് ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ടാണ് അത് കവർ ചെയ്യുന്നത്. ഇത് ഇടുന്നതിന് മുന്നേ അലൂമിനിയം ഫോയിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇനി നമ്മളൊരു 8 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ 8 മണിക്കൂർ വെച്ചാൽ പെർഫെക്റ്റായിട്ട് ഇതുപോലെ നല്ലൊരു ഐസ് കിട്ടും. അപ്പോൾ ഇത് ഈസിയാണ്, സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.